നമസ്കാരം. നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ അങ്ങനെ അവസാനം പ്രിയങ്ക ഗാന്ധിയെയും അവർ കളത്തിലിറക്കി. സത്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കേട്ടപ്പോൾ ചിരിയല്ല പൊട്ടിച്ചിരിയാണ് വന്നുപോയത്. നോക്കൂ, എത്ര മനോഹരമായാണ് നമ്മുടെ ജനങ്ങളെ പ്രിയങ്ക ഗാന്ധിയൊക്കെ പറ്റിക്കുന്നത് എന്ന് പറയാതെ വയ്യ. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കണ്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട്. If they are simply asking that after years of working as an ASHA worker, എന്തായാലും ആശമാരുടെ പേരും പറഞ്ഞ് സൂസിമാരെ വെളുപ്പിക്കാൻ നമ്മുടെ പ്രിയങ്ക ഗാന്ധി നന്നായി മെനക്കെടുന്നുണ്ട്, നന്നായി കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. നോക്കൂ, ആശാവർക്കന്മാരെ സംബന്ധിച്ച് കേരളത്തിൽ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്ന് ആശാവർക്കന്മാർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വാർത്താ സമ്മേളനം വിളിച്ച് അവർ അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? മൊത്തത്തിൽ കേരളത്തിൽ 26,125 ആശമാരാണ് നിലവിലുള്ളത്. ഈ ആശമാർക്കൊന്നുമില്ലാത്ത പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് സൂസിമാർക്കുള്ളത്. ആശമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സൂസിമാർ ബിന്ദുവും അതുപോലെ തന്നെ മിനിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഹസന സമരം അത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്, അത് BJPക്ക് വേണ്ടിയാണ്, അത് UDFന് വേണ്ടിയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഇത്തരം ഇലക്ഷനുകൾ വരുമ്പോൾ ഇമാതി ഇവിടെ കെട്ടിയിറക്കുന്ന പ്രിയങ്ക ഗാന്ധിമാർക്ക് സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ചില പൊറാട്ട് നാടകങ്ങളാണ് ഈ സൂസിമാരുടെ സമരം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതൊക്കെ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ വേണം നമ്മൾ തുറന്നു കാണിക്കാൻ. നോക്കൂ, UPA സർക്കാരിന്റെ ഭരണകാലത്താണ് ഈ ആശമാരെ സന്നദ്ധ പ്രവർത്തകരായിട്ട് നിയോഗിക്കുന്നത്. 2007 LDF സർക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മാത്രവുമല്ല, ആദ്യമായിട്ട് ഓണറേറിയം കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഉത്സവ കൊടുക്കുന്നത്, ഇതൊക്കെ LDF സർക്കാരാണ്. പിന്നീട് UDF സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ ഇവർക്ക് അവസാനമായിട്ട് കൊടുത്തത് 1000 രൂപയാണ്. അതിനുശേഷം LDF സർക്കാർ ഭരണത്തിൽ വരുന്നുണ്ട്. ഭരണത്തിൽ വരുമ്പോൾ ഇവരുടെ നയമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ 1800 രൂപ വരെയാണ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? 7000 രൂപയാക്കിയിട്ട് ഈ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പല രീതിയിലുള്ള പല തുകകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഏകദേശം 14,000 രൂപ വരെ പല ആനുകൂല്യങ്ങൾ മേടിക്കുന്ന ആശമാർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളൊരു മറ്റൊരു വസ്തുതയാണ്. അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് LDF ഭരിക്കുന്ന ഈ കേരളം എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു നഗ്ന സത്യമാണ്. അപ്പോഴാണ് ഇവിടെ വന്ന് ആശമാരുടെ സമരമാണത്രേ സൂസിമാര് നടത്തുന്ന രീതിയിലൊക്കെ ഈ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ നിന്നിരുന്നടിക്കുന്നത്. ഇച്ചിരിയൊക്കെ ഉളുപ്പ് വേണ്ടേ പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞു വെക്കുകയാണ്. നോക്കൂ, ഓണറേറിയം വളരെ കറക്റ്റ് ആയിട്ട് കേരളം കൊടുക്കുന്നുണ്ട്. ആരാണ് ഇൻസെന്റീവ് കൊടുക്കേണ്ടത്? ഇൻസെന്റീവ് കൊടുക്കേണ്ടത് കേന്ദ്രമാണ്. എന്നാൽ കേന്ദ്രമാകട്ടെ ആശമാർക്ക് കൊടുക്കാനുള്ള ഇൻസെന്റീവ് 100 കോടിയോളം അടക്കം ഏകദേശം 636 കോടി രൂപ കേരളത്തിന് നൽകാനുണ്ട്. ഇതിന്റെയൊക്കെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടെന്നേ. അതായത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എത്രയോ കത്തുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഇൻസെന്റീവ് കറക്റ്റ് ആയിട്ട് നൽകണം, ആശമാർക്ക് നൽകാനുള്ള തുക നൽകണം, അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നദ്ദയ്ക്കും അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിക്ക് അയച്ച കത്തും അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, അതൊക്കെ പുറത്തുവിട്ടതാണല്ലോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് സഭയിൽ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയും പിന്നീട് അതിൽ ചർച്ച നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ വീണ ജോർജ് വ്യക്തമായി തന്നെ മറുപടി നൽകിയതാണ്. ആ സമയത്തൊക്കെ നമ്മുടെ VD സതീശൻ സംഘത്തിനും ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവരെ കോടി സൂസിമാരുടെ അടുത്ത് ചെല്ലുന്നു, അവിടെ ചെന്ന് പച്ചക്കള്ളം നുണകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ സൂസിമാർ ഈ നിലമ്പൂരിലെത്തിയിട്ട് അവര് M സ്വരാജിന് വോട്ട് ചെയ്യരുത് എന്ന ആഹ്വാനമൊക്കെ മുഴക്കിക്കൊണ്ട് പല കടകമ്പോളങ്ങൾ കയറി പല ആളുകളെയൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ നാട്ടിലെ ജനങ്ങൾ ഓടിച്ചു വിട്ടു. ആശമാർ കളത്തിലിറങ്ങി, അവർ അതിനെ പ്രതിരോധിച്ചു. ഞങ്ങൾ സ്വരാജിനൊപ്പമാണ് എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ നന്നായി തന്നെ ഓണറേറിയെങ്കിലും കിട്ടുന്നുണ്ട്, നിങ്ങൾ അതായിട്ട് മുടക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂസിമാരെ കണ്ടമൊഴി ഓടിക്കുകയാണ് നിലമ്പൂരിലൂടെ. അപ്പോഴാണ് ഇവിടെ വന്നിട്ട് പ്രിയങ്ക ഗാന്ധി സൂസിമാർക്ക് വേണ്ടി പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ രീതിയിൽ വലിയ ഗീർവാണം അടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവർ ഭരിക്കുന്ന സമയത്ത് UDF ഭരിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആശമാർക്ക് ഓണറേറിയം കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എത്ര മാസത്തെ കുടിശ്ശികയാണ് അവർ വരുത്തിയത്? ആ കുടിശ്ശിക വരുത്തിയ തുകയടക്കം മേടിച്ചു കൊടുത്താലാണ് CITU ആണ്. ഇതുവരെ ഈ പറയുന്ന ആശമാർക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ പറയുന്ന പ്രസവ സമയത്ത് അവർക്ക് അവധി അനുവദിച്ച ഒരു സംസ്ഥാനം ഏതാണെന്നേ, അത് കേരളമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പല ആശമാരൊക്കെ സമരം ചെയ്യുന്നുണ്ട്. എന്ത് പറഞ്ഞാണ് അവർ സമരം ചെയ്യുന്നത്? കേരളത്തിനെ പോലെ തന്നെ ഞങ്ങൾക്കും നല്ല രീതിയിലുള്ള ഒരു ഓണറേറിയം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ സമരം ചെയ്ത ആളുകൾ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അവരെയൊക്കെ BJP സർക്കാർ പിരിച്ചുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്.
പക്ഷെ പ്രിയങ്ക ഗാന്ധി അതൊന്നും മിണ്ടില്ല. കേന്ദ്രത്തിന് എതിരെ ഒരു അക്ഷരം മിണ്ടുകയില്ല. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാതെ കേന്ദ്രം ഈ പറയുന്നത് പോലെ ആശമാരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിലൊന്നും നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഇല്ലെന്നേ. അതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം. മാത്രമല്ല വന്യജീവി ആക്രമണത്തെ പറ്റിയും ഒക്കെ പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട്. സത്യത്തില് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ പ്രിയങ്ക എന്ന് ചോദിച്ചു പോവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി എന്ത് പറഞ്ഞാണ് വോട്ട് മേടിച്ചത്? പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഞാൻ സഭയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. ജയിച്ചു പോയിട്ട് ഇപ്പൊ എത്ര നാളായി? എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ? ഈ പ്രിയങ്ക ഗാന്ധിയുടെ സഹോദരൻ രാഹുൽ ഗാന്ധിയല്ലേ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്? അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയാണല്ലോ. കേരളം എത്രയോ തവണയാണ് ആവശ്യപ്പെട്ടത് ഈ പറയുന്ന നിയമം, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എത്ര തവണയാണ്? പക്ഷേ ആ സമയത്തൊക്കെ എന്തായിരുന്നു ഇവരുടെ നിലപാട്? അതായത് 1972 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അല്ലേ ഈ നിയമം കൊണ്ടുവന്നത്. ആ നിയമം ഞങ്ങൾ അങ്ങ് ഭേദഗതി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് UDF ഉള്ളത്, കോൺഗ്രസ് ഉള്ളത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഗീർവാണം അടിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. അതായത് ഓർക്കുന്നില്ലേ, ഒരു 17 ദിവസം 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം വയനാട്ടിൽ സംഭവിച്ചു. നമ്മുടെ രാഹുൽ ഗാന്ധി ആയിരുന്നു ആ സമയത്ത് വയനാട്ടിൽ MP അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പ്രിയങ്ക ഗാന്ധി ഏകദേശം അതുപോലെ തന്നെയാണല്ലോ. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരാൻ തുടങ്ങി. എവിടെ പോയി ഞങ്ങളുടെ MP എന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഗതികെട്ടപ്പോ രാഹുൽ ഗാന്ധി വരുന്ന സാഹചര്യം ഉണ്ടായി. ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. അതായത് അവർ പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് അവർക്കോ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം, അവരുടെ MP അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം. എന്നിട്ട് ഒരു വിഷയത്തിലും ഒരു സംഭവത്തിലും ഈ പറയുന്ന ഇടപെടാത്ത, നാട്ടിലേക്ക് പോലും കാലെടുത്ത് വെക്കാത്ത ഇങ്ങനെ കുറെ ഐറ്റങ്ങൾ ഇങ്ങനെ ഇലക്ഷൻ സമയത്ത് വന്നിട്ട് കുറെ തള്ളിട്ട് പോകും. എന്താണ് അവർ സംസാരിക്കുന്നത്? സംഘപരിവാറിനെതിരെയാണോ? അല്ലെങ്കിൽ ഇവർ കേന്ദ്രത്തിനെതിരാണോ? അതിനെതിരെ ഒന്നും സംസാരിക്കില്ല. സംഘപരിവാറിനെതിരെ, വർഗീയ ശക്തികൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടത്തുന്ന LDF സർക്കാരിനെതിരെയാണ് നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിലും ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തില് കോൺഗ്രസിന്റെ ഒരു നിലവിലുള്ള ഒരു ഇപ്പോഴത്തെ സ്വഭാവം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അതായത് മുൻ മുഖ്യമന്ത്രിമാര്, അതുപോലെ തന്നെ MP-മാർ, MLA-മാർ ഇവരൊക്കെ പോവുകയാണല്ലോ നമ്മുടെ BJP-യിലേക്ക്. അതായത് ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങളൊക്കെ BJP-ക്ക് തീരെഴുതി കൊടുത്തല്ലോ. അങ്ങനെയൊക്കെ വിധേയരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ സംസാരിക്കാൻ കഴിയുക? കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ മാഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് ബന്ധം. ഈ ജമാഅത്ത് ഇസ്ലാമി നമുക്കറിയാമല്ലോ, ഒരു മതരാഷ്ട്ര വാദം ഉന്നയിക്കുന്ന ഒരു തീവ്ര ഒരു സംഘടനയാണ്. അപ്പൊ ആ സംഘടനയുടെ ഒക്കെ പിന്തുണയൊക്കെ മേടിച്ചു കൂട്ടിയിട്ട് അതൊരു അലങ്കാരമാണ് എന്ന് പറഞ്ഞ് VD സതീശനും ഒക്കെ സംഘമൊക്കെ നടക്കുമ്പോൾ ആ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി ഒരു നിലപാട് രേഖപ്പെടുത്തണം, ആ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഒരക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നാട്ടിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി എന്തായാലും പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ വലിയ തരംഗമാണ് എന്ന രീതിയിൽ മനോരമയൊക്കെ തള്ളി മറിച്ചങ്ങോട്ട് പോയി. പക്ഷേ നാട്ടുകാർ മുഴുവൻ കാത്തിരുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് UDF കൂട്ടുകെട്ടിൽ എന്താകും പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് എന്നുള്ളതായിരുന്നു. ഒരു നിലപാടുമില്ല. വർഗീയ ശക്തികളോട് കൂട്ടുപിടിക്കുന്ന നിലപാട് തന്നെയാണ് നമ്മുടെ നിലപാട് എന്ന് എന്തായാലും നിശബ്ദതയുടെ ആ ഒരു ഭാഷയിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ ഉളുപ്പില്ലാതെ നുണ പറയണമെങ്കിൽ കുറഞ്ഞത് ഒരു പ്രിയങ്ക ഗാന്ധിയെങ്കിലും ആകണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല. പ്രിയങ്ക ഗാന്ധി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ കോലിന് മുമ്പിൽ വന്ന് ഇങ്ങനെ കണക്കുണ എന്ന് പറയുകയല്ല വേണ്ടത്. നിങ്ങളെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ള വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കാണിക്കുക. വയനാട് ദുരന്ത ബാധിതർക്ക് എന്തെങ്കിലുമൊക്കെ കേന്ദ്ര സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുക. ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ ഇങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ വന്ന് ഇങ്ങനെ കോലിന് മുമ്പിൽ വന്ന് ചുമ്മാ തള്ളി മറിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞു വെക്കുകയാണ്. സത്യത്തിൽ പ്രിയങ്ക ഗാന്ധിയൊക്കെ നല്ല ഗംഭീരമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ കഴിവുള്ള ഒരു വനിതയാണ്, ഒരു നേതാവാണ് എന്ന് നമ്മളെ വീണ്ടും കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് പ്രവർത്തിക്കാനും പ്രവർത്തിക്കുന്നത് പറയാനും ഒന്നും അറിയാത്ത ഒരാളാണ് എന്ന് നിങ്ങൾ രണ്ടുപേരും, അത് നേരത്തെ രാഹുൽ ഗാന്ധി തെളിയിച്ചിരുന്നു, ഇപ്പൊ നിങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാതിരി ഗീർവാണം മുഴുവൻ ഈ സംസ്ഥാനം മുഴുവൻ ഇങ്ങനെ അടിച്ചു നടന്നുകൊണ്ടാണ് ഇന്ന് രാജ്യം BJP ഭരിക്കുന്ന ഒരു അവസ്ഥയിൽ പോയി എത്തിയത്. ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ്? ഇന്ത്യ മുന്നണി എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായി മാറിയത്? അതിനൊക്കെയുള്ള ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യ മുന്നണിയിലെ അതായത് സംഘപരിവാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഈ LDF പോലുള്ള CPM പോലുള്ള പാർട്ടികളെയൊക്കെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സംഘപരിവാറിനെതിരെ നല്ല അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സ്വരാജിനെ തോൽപ്പിക്കാൻ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് എടുക്കുന്ന ആളുകളാണ് നിലമ്പൂരിലുള്ളതെന്ന് മറക്കണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.